ഹായ്. അപ്പം നമ്മൾ അടുത്ത സെക്കൻഡ് വിഭവത്തിലേക്ക് പോകാം. തുടങ്ങാം. പച്ചടി. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ചെറുതായി മുറിച്ചിട്ട് വേവിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കുമ്പളങ്ങ. അപ്പോൾ അടുത്ത നമ്മൾ തേങ്ങയുണ്ട്. തേങ്ങ ഇതാ മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് പച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. പച്ച തേങ്ങ അരച്ച് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കടുവും കുറച്ച് ഒന്ന് അത് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിടാം. ഇഞ്ചി പച്ചമുളക് പച്ച തേങ്ങ അരച്ച് ഇനി നമുക്ക് ഇഞ്ചി ആവശ്യത്തിന് ഇഞ്ചി അരച്ചിടല്. പച്ചടി പച്ചമുളകും ഇനി നമുക്ക് ഇത് ഇഞ്ചിയും പച്ചമുളകും അതും കൂടി പേസ്റ്റാക്കിയും കൂടി ഇടാം. ചതക്കി വെക്കണം. ഇനി അടുത്തത് തൈര് ഒന്ന് ഉടച്ചിടാം. അടുത്തത് തൈരെടുത്ത് തൈരിലേക്ക് തൈര് ഒഴിക്കാം. കുറച്ച് നല്ല ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി ഒഴിച്ച്. അപ്പോൾ നല്ലോണം തൈര് ഇതുമെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കുക. നന്നായി തൈരും ഇതെല്ലാം കൂടി ഇനി നമുക്കിത് ചുവപ്പ് മുളകും കരിയാമ്പിലയും തേങ്ങ കൊത്തും എല്ലാം ഇട്ടിട്ട് ഒന്ന് താളിച്ചിടാം. എന്നുവെച്ചാൽ വറുത്തിടാം. ഓക്കെ. ഇതിൻ്റെ കടുകും ഉണ്ട് ഇടാൻ. അത് വിട്ടുപോയതാ. അപ്പോൾ മറന്നു പോയതാ. അപ്പം കടുകും കൂടി ഒന്ന് ചെറിയ ഒന്ന് ഒതുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കണം. ഇല്ല, കടുക് ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ടേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി കടുകും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്തും കരിയാമ്പിലയും ചുവന്ന മുളകും എല്ലാം കൂടി കടുവെല്ലാം ഇട്ട് വറുത്തിടാം. ജോലി തിരക്കിൽ മറന്നുപോയി. അതെ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൻ്റെ കാണാനുള്ളൊരു ഭംഗി കടുവിൻ്റെ ആണല്ലോ. പിന്നെ താളിച്ചിടുന്നത്. അപ്പം ആണല്ലോ പച്ചടീൻ്റെ ഒരു ഗമ വന്നേ. അടിപൊളി. ഇനി താളിച്ചിടാം. പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചെറുങ്ങനെ അരിഞ്ഞ് വെച്ച് അത് വറുത്തിട്ട് കടുകും പച്ചമുളകും കായ്മുളകും എല്ലാം കൂടി ഇതാ നല്ല വറുത്തിട്ടുണ്ട്. ഇനി പച്ചടിയിൽ നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞാൽ പച്ചടീൻ്റെ പണി കഴിഞ്ഞു. ഇത് നല്ലോണം നല്ല ചേർക്കാം. ഓക്കെ.
ഓക്കെ. അങ്ങനെ പച്ചടീൻ്റെ കൂട്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ പച്ചടി റെഡിയായി അല്ലേ? പച്ചടി അടിപൊളിയായിട്ട് റെഡിയായി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. ഓക്കെ.